ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ഇന്ന് ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. ഏറെ സ്നേഹത്തോടെ ദുഃഖ്രാന തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. നമ്മുടെ മണ്ണിൽ വിശ്വാസത്തിന്റെ തലതൊട്ടപ്പനെ ഓർക്കുന്ന ദിനമാണ് ദുഃഖ്രാന തിരുനാൾ. ഓരോ ഒളിമ്പിക്സ് വേദിയിലും എപ്പോഴും വെളിച്ചം പരത്തുന്ന ഒരു ദീപനാളമുണ്ട്. ഈ ദീപശിഖ കൈമാറി അവസാനം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ എത്തിക്കുന്നു. കായിക താരങ്ങൾക്ക് ഉണർവ് നൽകി അതവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. കാൽവരിയിലെ കിടാവിളക്കിൽ നിന്നും കത്തിച്ചെടുത്ത ദീപശിഖയുമായി ഭാരതത്തിലെത്തിയ വിശുദ്ധ തോമാസ് ലീഹ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒളിമങ്ങാത്ത ദീപശിഖയാണ്. തൊട്ടറിഞ്ഞ് വിശ്വസിക്കാൻ ആഗ്രഹിച്ചവന്റെ കെട്ടുപോകാത്ത വിശ്വാസ സാക്ഷ്യം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന മഹത്തായ ഭാഷ്യം ലോകത്തിന് സമ്മാനിച്ച വിശ്വാസത്തിന്റെ പ്രതിപുരുഷനാണ് വിശുദ്ധ തോമാസ് ലീഹ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് നിലവിളിച്ച് ഗുരുവമ്പിൽ ഏകുന്ന സമർപ്പണത്തിലാണ് കൃപയുടെ ജലഗണങ്ങൾ മഴപ്പെയ്ത്തായി ഹൃദയനിലത്ത് പതിയുന്നു. ഉദ്ധിതനായ ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് പൊട്ടിയൊഴുകിയ വിശ്വാസ പ്രവാഹത്തിലാണ് തോമാസ് ലീഹ കുളിച്ചു കയറിയത്. എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കോരി വിളമ്പിയ ഗുരു എന്നെ മാത്രം ഒഴിവാക്കി? സ്നേഹത്തിന്റെ വിതുമ്പലിൽ നിന്ന് ഒരു ശിശുവിന്റെ ശാഠ്യം ഉണരുകയാണ്. തോമാസ് ലീഹായുടെ ഈ സ്നേഹശാഠ്യത്തിന് ക്രിസ്തു വഴങ്ങി പ്രത്യക്ഷം നൽകുകയാണ്. അവിശ്വാസമാണ് ഈ സ്നേഹശാഠ്യത്തിന് പിന്നിലെങ്കിൽ ഈശോ അവന് പ്രത്യക്ഷം നൽകില്ലായിരുന്നു. അവിശ്വാസമുള്ളിടത്ത് അത്ഭുതം പ്രവർത്തിച്ച ക്രിസ്തുവിനെ സുവിശേഷ താളുകളിൽ നാം കാണുന്നതില്ല. ഒടുവിൽ ആത്മസംഘർഷങ്ങളുടെ 8 ദിനങ്ങൾക്ക് വിരാമമായി ഉദ്ധിതൻ അവന്റെ മുൻപിൽ അവതരിച്ച ധന്യമുഹൂർത്തം, വിശ്വോത്തരമായ ഒരു വെളിപാട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കാലം കാതോർത്തിരുന്ന അഗ്നിസ്നാനം, ക്രിസ്തുവിന്റെ ദൈവികതയുടെ ശക്തമായ വെളിപ്പെടുത്തൽ. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. കുറവുകളുടെ സമ്മതപത്രത്തിൽ സമൃദ്ധിയുടെ കൈയൊപ്പിട്ടു നൽകിക്കൊണ്ട് തോമാസ് ലീഹായ്ക്ക് സ്നേഹപരാജയങ്ങളുടെ ഇതിവൃത്തത്തിൽ വിജയത്തിന്റെ പാഠഭേദങ്ങൾ എഴുതി ചേർക്കുകയാണ് ക്രിസ്തു. ഇതുവഴിയായി യേശു ജീവിതത്തിന്റെ എല്ലാം ആകുന്നു എന്ന മഹത്തായ ജീവിത ദർശനം രേഖപ്പെടുത്തുകയാണ് തോമാസ് ലീഹ ചെയ്യുന്നത്. ഗുരു ഭരമേൽപ്പിച്ച ദൗത്യങ്ങളോട് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ വിശ്വസ്തനായിരുന്ന ഒരു ശിഷ്യന്റെയും പ്രതീക്ഷകളുടെ തിരുനാളം നൽകി ലോകത്തിലേക്ക് പറഞ്ഞയച്ച ഗുരുവിന്റെയും ആത്മബന്ധത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. ഈ ദുഃഖ്രാന തിരുനാൾ ദിനം ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയ തോമാസ് ലീഹായെ പോലെ ക്രിസ്തുവിന്റെ മുറിവിൽ തൊട്ടുകൊണ്ട് എന്റെ ചങ്കാണ് ക്രിസ്തു എന്ന് പറയാൻ, ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുമുള്ളവരാകുവാൻ, കൃപയുടെ ഉൾക്കരുത്തുള്ളവരാകുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആണവ ശക്തിയേക്കാൾ കരുത്തുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. തകരുന്ന വിമാനത്തിനുള്ളിലും ഐസ്യുവിന്റെ വാതിലിനു വെളിയിലും അപ്രതീക്ഷിതമായ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ആരും തുണയില്ലാന്ന് തോന്നുമ്പോഴും ഒക്കെ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവമേ എന്ന നിലവിളി ഉയർന്നിട്ടുള്ളൂ. സുരക്ഷിതത്വ വേളകളിൽ മറന്ന് ആപത്തിൽ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരാകരുത് മാർത്തോമ ക്രിസ്ത്യാനികളായ നമ്മൾ. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തന്മയുടെ മൂർത്തഭാവങ്ങളായി നമ്മൾ ക്രിസ്ത്യാനികൾ മാറണം. ഈശോയുടെ സ്നേഹത്തിന്റെ വിരലടയാളം പതിച്ച തോമാസ് ലീഹ അന്നുവരെ പാടാത്ത സ്നേഹഗീതത്തിന്റെ ശീലുകൾ പാടിക്കൊണ്ട് ലോകം മുഴുവനും പറന്നുയർന്നു. ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നാഥനായി മിശിഹായെ സ്വീകരിക്കുവാനുള്ള ചലഞ്ച് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ജീവിത സമസ്യയുടെ രഹസ്യ ചരട് ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ആഴങ്ങളിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ഒരു കുത്തൊഴുക്കിലും പെട്ട് മാഞ്ഞു പോകാത്ത ഈ വിശ്വാസ കുറിപ്പുകൾ നമുക്ക് ശക്തി സ്രോതസ്സായി ഭവിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദുഃഖ്രാന തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ഈശോയുടെ ആശീർവദിക്കപ്പെട്ട കരങ്ങൾക്കു കീഴെ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.